റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുതിയ BJP ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഈ മാസം പകുതിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ധർമ്മേന്ദ്ര പ്രധാൻ, വിനോദ് താവ്ഡെ, ഭൂപേന്ദ്ര യാദവ്, G. കിഷൻ റെഡ്ഡി എന്നിവരാണ് പരിഗണനയിലുള്ളത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുൻപ് തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിവരങ്ങളും അതിൽ തന്നെയാണ് നൽകുന്നത്. അതിൽ ഇപ്പോൾ നഡ്ഡ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം തുടരുകയാണ്. ഉടനെ ഒരു മാറ്റമുണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ ഈ 3 പേരുകളിൽ ആർക്കാണ് കൂടുതൽ സാധ്യത? ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് സ്മൃതി. നമ്മൾ സാധ്യതകൾ പറയുമ്പോഴും നരേന്ദ്രമോദി, അമിത്ഷാ, നദ്ദ എന്നിങ്ങനെ ഈ 3 നേതാക്കളുടെ മനസ്സിൽ മാത്രമേ ആരാകണം പ്രസിഡന്റ്, ദേശീയ അധ്യക്ഷൻ എന്നത് സംബന്ധിച്ചൊരു ധാരണയുള്ളൂ എന്നുള്ളതാണ്. മറ്റുള്ള നേതാക്കൾക്കൊന്നും ഒരു ആശയവിനിമയമോ ഇത് സംബന്ധിച്ച് ഒരു ധാരണയോ ഇല്ല എന്നതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ BJP അധ്യക്ഷ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് നേരത്തെ അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഒരു അഭിമുഖത്തിൽ. അതിന് പിന്നാലെ ഇപ്പോൾ വരുന്ന കൃത്യമായ വിവരങ്ങൾ ഈ മാസം പകുതിയോടെ പ്രഖ്യാപനമുണ്ടെന്ന സൂചന ശക്തമാവുകയാണ്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സാധാരണഗതിയിൽ ദേശീയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കണമെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ പകുതി സ്ഥലത്തെങ്കിലും അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ദേശീയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കാൻ കഴിയൂ എന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷ പ്രഖ്യാപനം കഴിഞ്ഞതോടെ തന്നെ ആ കടമ്പ പൂർത്തിയായിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജൂൺ 21 പാർലമെന്റ് സമ്മേളനം, വർഷകാല സമ്മേളനം തുടങ്ങുകയാണ്. അതിന് മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് BJP ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങാനുള്ള ആലോചനയാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, G. കിഷൻ റെഡ്ഡി, ഒപ്പം വിനോദ് താവ്ഡെ. അങ്ങനെ 4 പേരുടെ പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാരാരെങ്കിലും ഈ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നു. സ്മൃതി, ശരി. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. BJP ദേശീയ അധ്യക്ഷനെ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.